പാലക്കാട് ജില്ലയിൽ DLEDന് അപേക്ഷിച്ചവരുടെ ലിസ്റ്റ് തിരുത്തലിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫിനാൻസ് ഗവൺമെന്റ് കോളേജുകളിൽ അപേക്ഷ കൊടുത്തവരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. DDE പാലക്കാട് എന്ന ബ്ലോഗിനകത്താണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപേക്ഷ കൊടുത്ത എല്ലാവരും കൃത്യമായി ബ്ലോഗിനകത്ത് കയറി നിങ്ങളുടെ അപേക്ഷ കറക്റ്റ് ആയിട്ടാണോ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശോധിക്കുക. എന്തെങ്കിലും തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ddepkd.dge@kerala.gov. എന്ന ഇമെയിൽ ഐഡിയിലോ 0491250546 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ആപ്ലിക്കേഷൻ തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നേരിട്ട് പോകേണ്ട കാര്യമില്ല. ആ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ മെയിൽ ഐഡിയിലോ തെറ്റുകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചാൽ മതിയാകും. DD ഓഫീസിലേക്ക് നേരിട്ട് പോകാൻ കഴിയുന്നവർക്ക് നേരിട്ട് പോയും അപേക്ഷ തിരുത്താനുള്ള അവസരമുണ്ട്. അപേക്ഷയിൽ വന്ന തെറ്റുകൾ തിരുത്താനുള്ള അവസാന തീയതി 27/8/2025 വൈകുന്നേരം 5 മണി വരെയാണ്. NSSന്റെ കേസിൽ നാഷണൽ ക്യാമ്പിലോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് മാത്രമേ അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുള്ളൂ. NCCയുടെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവർക്ക് മാത്രമേ വെയിറ്റേജ് മാർക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് അത് വെക്കാൻ മറന്നുപോയവർക്കും അതേപോലെ NSSന് മറ്റ് റിപ്പബ്ലിക് ഡേ ക്യാമ്പിലോ നാഷണൽ ലെവൽ ക്യാമ്പിലോ പങ്കെടുത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റ് നേരിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരമോ പാലക്കാട് DD ഓഫീസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് പരിഗണിക്കുന്നതാണ്. സയൻസിന്റെ കേസിൽ റാങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു റെഫറൻസ് നമ്പർ എന്നുള്ള രീതിയിലുള്ള റാങ്ക് ആണ്, അല്ലാതെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനകത്തുള്ള റാങ്ക് അല്ല. റാങ്ക് ലിസ്റ്റ് PSCയും DD ഓഫീസിലെ ആളുകളും എല്ലാം ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അത് മിക്കവാറും 2 ആഴ്ച സമയമെടുക്കും എന്നാണ് പറഞ്ഞത്. ഇത് അപ്ലിക്കൻ ലിസ്റ്റ് മാത്രമാണ്. ഇതിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പേരും വിവരങ്ങളും ഉണ്ടാവും. ഇതിനകത്ത് പേര് വന്നതുകൊണ്ട് നിങ്ങൾക്ക് 100% അഡ്മിഷൻ ഉറപ്പായി എന്നുള്ള അർത്ഥമില്ല. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മെയിൽ ഐഡിയിലോ അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിലോ വിളിച്ചറിയിച്ചാൽ മതിയാകും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും അതിനകത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തേണ്ടതാണ്. അഥവാ ഇൻ കേസ് തെറ്റായ വിവരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആപ്ലിക്കേഷൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൃത്യമായി മറുപടി നൽകുന്നതാണ്.